മലയാളികളുടെ പ്രിയതാരം ബേസിൽ ജോസഫ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുള്ള വീഡിയോയാണ് വൈറലായത്. എണ്ണ തേച്ച് ചീകിവെച്ച മുടിയൊക്കെയുള്ള ബേസിലായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇതിനു പിന്നാലെ രസകരമായ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. താരങ്ങളുടെ ചെറുപ്പകാലത്തെ ഫോട്ടോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. എന്നാൽ ബേസിൽ ജോസഫിൻ്റെ ഈ വീഡിയോ തികച്ചും വേറിട്ടതായിരുന്നു. നിരവധി പേരാണ് കയ്യടിയോടെ സ്വീകരിച്ചത്. അന്നും ഇയാളൊരു പുലി തന്നെയെന്നാണ് പലരും കമൻറ്റ് ചെയ്തത്. എന്നാൽ ഇത്തരം ട്രോളുകളൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുകയാണ് ബേസിൽ ജോസഫ്. തനിക്കെതിരെ നിരവധി ട്രോളുകളാണ് മുൻപും വന്നിട്ടുള്ളത്. കുട്ടിക്കാലത്തെ മറ്റൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ബേസിൽ ഇതിനു മറുപടി നൽകിയത്. ഗിറ്റാർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ബേസിൽ പങ്കുവച്ചത്. അശ്വമേധം മാത്രമല്ല, ലേശം സംഗീതവും വശമുണ്ടായിരുന്നു ഗൈസ് എന്ന അടിക്കുറിപ്പോടെയാണ് ബേസിൽ ഫോട്ടോ പങ്കുവച്ചത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതും വൈറലായി. ടൊവിനോയ്ക്ക് ട്രോളാക്കാൻ ഇതിലും വലിയൊരു സാധനം ഇനി കിട്ടാനില്ലെന്നാണ് മിക്കവരും പറയുന്നത്. ഈ പോസ്റ്റിന് മറുപടി കൊടുക്കെന്ന് പറഞ്ഞ് നിരവധി പേരാണ് ടൊവിനോയെ ടാഗ് ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ ട്രോളാൻ ഞാൻ തന്നെ ധാരാളം, എന്തൊക്കെ കഴിവുകളാ കുഞ്ഞിരാമേട്ടന്, അതൊക്കെ ഒരു കാലം, കുട്ടിക്കാല ഓർമ്മകൾ, സകലകല വല്ലവൻ, അങ്ങനെ പോകുന്നു കമൻറ്റുകളുടെ നിര. ഷോർട്ട് ഫിലിമിലൂടെ തുടക്കം കുറിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായി വെള്ളിത്തിരയിലെത്തിയ ബേസിൽ ജോസഫ് ഇന്ന് മോളിവുഡിലെ അറിയപ്പെടുന്ന നടനും സംവിധായകനുമാണ്. ബേസിൽ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഒരുപാട് ചിത്രങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും ബേസിൽ പലപ്പോഴും വൈറലാകാറുമുണ്ട്. നിരവധി പേരാണ് ഈ 2 പോസ്റ്റിനും താഴെ രസകരമായ കമൻറ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് കൂടി വരാനുണ്ടെന്ന് മനസ്സിലായി. കൊച്ചു ടി വിയിലാണോ എന്നായിരുന്നു നടൻ സിജു സണ്ണിയുടെ കമൻറ്റ്. പോസ്റ്റിന് താഴെ കമൻ്റ് ഇടാൻ ടൊവിനോയെ ഒട്ടേറെ പേർ ടാഗും ചെയ്തിട്ടുണ്ട്. ഈ 2 ട്രോൾ വീഡിയോകളിലും കുട്ടി ബേസിൽ താരമായി മാറിയിട്ടുണ്ട്. ഈ വീഡിയോ വന്ന കാര്യം ആരെങ്കിലും ടൊവിനോയെ അറിയിച്ചോ എന്നായിരുന്നു അധിക പേരുടെയും ചോദ്യം.